ഹായ്, എൻ്റെ പേര് അതുൽ. ഞാൻ തഴവ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. പണ്ട് മുതൽ തന്നെ എനിക്കൊരു ഹാക്കർ ആവാനായിരുന്നു ആഗ്രഹം. അങ്ങനെ ആ ഒരു കരിയറിലോട്ട് പോകാൻ വേണ്ടി ഞാൻ ഫൗണ്ടേഷനായിട്ട് BSc കമ്പ്യൂട്ടർ സയൻസ് ചെയ്തു. അത് കഴിഞ്ഞു പിന്നെ കരിയർ കംപ്ലീറ്റ്ലി അതിൽ ഫോക്കസ് ആക്കാൻ വേണ്ടി തന്നെ ഞാൻ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ കോഴ്സ് സിനഫോയിൽ ചെയ്തു. എൻ്റെ സൈബർ സെക്യൂരിറ്റിയിലോട്ടുള്ള പാഷൻ വരാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോ ഗെയിംസ് ആണ്. പണ്ട് മുതൽ തന്നെ ഒരുപാട് വീഡിയോ ഗെയിംസ് കളിക്കുമായിരുന്നു, വിൻഡോസിലും ആൻഡ്രോയിഡ് ഫോൺസിലും എല്ലാം. അങ്ങനെ ആ ഗെയിംസൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാം, അതിനെ എങ്ങനെ റിവേഴ്സ് ചെയ്യാം, അതിനുള്ള പോയിന്റ്സ് എങ്ങനെ കൂട്ടാം, അങ്ങനെ കുറേ റിസർച്ചുകൾ നടത്തുമായിരുന്നു. യൂട്യൂബിലെ വീഡിയോസ് സെർച്ച് ചെയ്ത് അങ്ങനെ ഓരോന്ന് മോഡിഫൈ ചെയ്യായിരുന്നു. പിന്നെ ഇൻ്റർനെറ്റിൽ നിന്ന് ഓപ്പൺ ആയിട്ടുള്ള ഡേറ്റാസൊക്കെ വെച്ചിട്ട് എങ്ങനെ ആപ്പിനെ റിവേഴ്സ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കി പഠിച്ച് അങ്ങനെയാണ് ഹാക്കിംഗ് എന്ന ഫീൽഡിലോട്ട് ആദ്യമായി കയറി വരുന്നത്. പിന്നെ ഒരുപാട് ഹാക്കിംഗ് സീരീസ് കാണുമായിരുന്നു. അതിലൊന്നാണ് മിസ്റ്റർ റോബോട്ട്. അതിലെ ക്യാരക്ടർ എലിയട്ട് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒത്തിരി വയർലെസ് പെൻ ടെസ്റ്റിങ്ങും പോർട്ടബിളായിട്ട് അവൻ്റെ ഫോണിൽ തന്നെയുള്ള പെൻ ടെസ്റ്റിങ് നടത്തുമായിരുന്നു. അപ്പോൾ അത് കണ്ട് ഇൻട്രസ്റ്റ് വന്നിട്ട് ഞാനും ആ രീതിയിലുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വയർലെസ് പെൻ ടെസ്റ്റിങ്ങിന് വേണ്ടി വൈഫൈ അഡാപ്റ്റേഴ്സ് ഓർഡർ ചെയ്ത് മേടിച്ചു. പിന്നെ ഫോണിലാണെങ്കിൽ കാലി നെറ്റ് 100 ഇൻസ്റ്റാൾ ചെയ്തു. അങ്ങനെ വയർലെസ് ആയിട്ടും പോർട്ടബിളായിട്ടും കുറേ പെൻ ടെസ്റ്റിങ് പഠിക്കാൻ പറ്റി. പിന്നെ ഈ ഒരു ഡിപ്ലോമ കോഴ്സിലോട്ട് വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് കൂടുതലായിട്ടുള്ള സൈബർ സെക്യൂരിറ്റിയുള്ള അറിവ് കിട്ടിയത്. അതിനുള്ള അണ്ടർസ്റ്റാൻഡിങ് എല്ലാം എന്തൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയത് ഈ ഒരു ഡിപ്ലോമ കോഴ്സ് ചേർന്ന് കഴിഞ്ഞിട്ടാണ്. സൈബർ സെക്യൂരിറ്റി കോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ എൻ്റെ സ്റ്റേ കൊച്ചി തന്നെയായിരുന്നു. അപ്പം ഡെയിലി ട്രാവലിംഗ് എല്ലാം കൊച്ചി മെട്രോയിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം എൻ്റെ മെൻറ്ററായ അർഷദ് സാർ ഒരു വെബ് ആപ്ലിക്കേഷൻ വൾണറബിലിറ്റി റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ മൈൻഡിൽ വന്ന ആദ്യത്തെ വെബ്സൈറ്റ് ആയിരുന്നു കൊച്ചി മെട്രോ. എൻ്റെ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ റെക്കോൺ ആയിരുന്നു. ആ ഒരു വെബ്സൈറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഗ്യാദർ ചെയ്തു. പിന്നെ ആ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ഡിപ്പെൻഡൻസീസ് എല്ലാം ചെക്ക് ചെയ്തു. അതിൽ നിന്ന് ഒരു വലിയൊരു വൾണറബിലിറ്റി ഉള്ളതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അർഷദ് സാർ ഈ ടാസ്ക് തന്നത് 3 days ആയിരുന്നു. 2 days ആയിട്ടും വലിയ ഫൈൻഡിങ്സ് ഒന്നും എനിക്ക് വെബ്സൈറ്റിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഒരു സ്ഥലം വിട്ടുപോയി എന്നുള്ള കാര്യം എൻ്റെ മനസ്സിൽ വരുന്നത്. ഇത് അക്കൗണ്ട് കൺഫർമേഷൻ ഇമെയിൽ. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് നമ്മുടെ മെയിലിലോട്ട് വരുമായിരുന്നു. ആ ഒരു വെരിഫിക്കേഷൻ ലിങ്ക് ഞാൻ ചെക്ക് ചെയ്തില്ലായിരുന്നു. ഞാൻ അതെടുത്തിട്ട് പലവിധ ടെസ്റ്റ് നടത്തി. അതിലൊരു പാരാമീറ്റർ ഉണ്ടായിരുന്നു. ആ ഒരു പാരാമീറ്റർ ബേസ്ഡ് ആയിട്ടുള്ള കുറേ വൾണറബിലിറ്റി ടെസ്റ്റ് നടത്തി. അതിൽ നിന്ന് എനിക്കൊരു SQL ഇഞ്ചക്ഷൻ്റെ സാന്നിധ്യം മനസ്സിലായി. അതിലൊരു ട്രൂ ഓർ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അത് ആ ഒരു വെബ്സൈറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാനുവൽ പേലോഡ്സ് വെച്ചിട്ട് ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യാൻ നോക്കി. പക്ഷേ കൂടുതൽ പേലോഡ്സും ആ ഒരു വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെടുക്കാൻ സാധിച്ചില്ല. പിന്നെ ഓട്ടോമേറ്റഡ് SQL ഫൈൻഡിങ് ടൂളായ SQL മാപ്പ് യൂസ് ചെയ്തു. അതിലും കൂടുതൽ പേലോഡ്സ് എല്ലാം ഈ ഒരു വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഗൗരി എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ സോഴ്സ് ടൂൾ യൂസ് ചെയ്യുന്നത്. അത് ഈ SQL മാപ്പ് പോലെ തന്നെയുള്ള ടൂളാണ്. പക്ഷേ അതിൽ കൂടുതൽ ടൈം ബേസ്ഡ് ആൻഡ് ബൂലിയൻ ബേസ്ഡ് പേലോഡ്സ് കൂടുതലാണ്. അപ്പം അത് വെച്ച് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം അതിൽ നിന്ന് എനിക്ക് ആ ഒരു ബാക്കെൻഡിലുള്ള ഡേറ്റാബേസും കാര്യങ്ങളും എനിക്ക് എടുക്കാൻ സാധിച്ചു. ആ റിട്രീവ് ചെയ്ത ഡേറ്റാബേസിൽ പലവിധ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അതിൽ ആകെ ടോട്ടലായിട്ട് 3 സെൻസിറ്റീവ് ഡേറ്റാബേസ് ഉണ്ടായിരുന്നു. വിച്ച് കണ്ടെയ്ൻ മോർ ദാൻ 800 ടേബിൾ ഐ തിങ്ക്. അവരുടെ യൂസർ ഡേറ്റ, അവരുടെ അഡ്മിൻ്റെ ഡേറ്റ, HR ഡേറ്റ, സപ്പോർട്ട് സ്റ്റാഫിൻ്റെ ഡേറ്റ, പിന്നെ വെണ്ടർ കീസ്, ബാങ്കിൻ്റെ വെണ്ടർ കീസ് തുടങ്ങി. അങ്ങനെ പണ്ട് ഈ ഒരു മെട്രോ സ്ഥാപിച്ചപ്പോൾ ആദ്യം ഒരു മെട്രോ 365 എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ പഴയ ബാക്കപ്പ് ഡേറ്റ, അങ്ങനെ കുറേ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റാസ് ഉണ്ടായിരുന്നു. 5 November 2024 ഞാൻ ഈ വൾണറബിലിറ്റി കണ്ടുപിടിച്ച ദിവസം തന്നെ ഇതിൻ്റെ തീവ്രത മനസ്സിലാക്കിക്കൊണ്ട് ഞാനിത് KMRL റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഒരു ദിവസമായിട്ടും കിട്ടിയില്ലായിരുന്നു. KMRL ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ വെരി നെക്സ്റ്റ് ഡേ ഈ ഒരു റിപ്പോർട്ട് NCII PC-ക്കും സൈബർ പോലീസിനും ഫോർവേഡ് ചെയ്തു. സൈബർ പോലീസ് തിരുവനന്തപുരമായിരുന്നു സെൻട്രൽ, അവർക്ക് ഫോർവേഡ് ചെയ്തിരുന്നു. വിത്തിൻ 2-3 days തന്നെ എനിക്ക് 2 സൈഡിൽ നിന്നും റിപ്ലൈ കിട്ടിയിരുന്നു. NCII PC ഒരു POC വീഡിയോ ചോദിച്ചുകൊണ്ടായിരുന്നു മെയിൽ ചെയ്തത്. ആ ഒരു POC വീഡിയോ ഞാൻ അയച്ചു കൊടുത്തു. സൈബർ സെല്ലിന് അയച്ചു കൊടുത്ത റിപ്പോർട്ട് സൈബർ സെൽ തിരുവനന്തപുരത്തേക്കായിരുന്നു പോയത്. ആ സൈബർ സെൽ തിരുവനന്തപുരം അത് സൈബർ പോലീസ് കൊച്ചിക്ക് അയച്ചു കൊടുത്ത് അതായിട്ടുള്ള ഒരു കൺഫർമേഷൻ ഇമെയിൽ എനിക്ക് വരികയും ചെയ്തു. ഈ ഒരു വൾണറബിലിറ്റി ഫിക്സ് ചെയ്യാൻ ഡെവലപ്പേഴ്സ് ആ ഒരു ഇമെയിലിനകത്ത് കറക്റ്റായിട്ടുള്ള പാരാമീറ്റർ സാനിറ്റൈസേഷനും ഇൻപുട്ട് വാലിഡേഷനും കൊണ്ടുവരണം.
പിന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഡേറ്റ മാത്രമേ അതിനകത്തൂടെ കടന്നു പോകുന്നുള്ളൂ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണ്ടാത്ത ഡേറ്റ അവിടെ അത് റിജക്റ്റ് ചെയ്ത് കളയുന്ന ആ ഒരു ഫീച്ചർ അവിടെ കൊണ്ടുവരണം. നിലവിൽ ഞാൻ നല്ല ഹാപ്പിയാണ്. കാര്യം ഇത്രയും വലിയൊരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു വൾണറബിലിറ്റി കണ്ടുപിടിക്കാൻ സാധിച്ചു. അതിനകത്ത് ഇന്നസെൻ്റ് ആയിട്ടുള്ള പീപ്പിൾസിൻ്റെ കുറേ ഡേറ്റാസ് അതിനകത്തുണ്ടായിരുന്നു. ബട്ട് KMRൽ ഇതിന് ഇതുവരെയായിട്ട് ഒരു പ്രോപ്പർ റെസൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടില്ല. അവർ ടെമ്പററി ഫിക്സ് ആയിട്ട് ആ ഒരു വെബ്സൈറ്റിൽ അക്കൗണ്ട് രജിസ്ട്രേഷൻ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക മാത്രമാണ് ചെയ്തത്. ഈ ഒരു പ്രോബ്ലത്തിന് കംപ്ലീറ്റ് ഒരു സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഇനിയും സൈബറിലുള്ള നോളജ് എനിക്ക് കൂടുതൽ ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ എയിം. പിന്നെ ബഗ് ബൗണ്ടി പ്രോഗ്രാമുകളിലും CTFസിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതാണ് എൻ്റെ ഒരു ലക്ഷ്യം.